മക്കളെ, വെൽക്കം ബാക്ക് ടു ദി എഡ്യൂപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം വരണിത മിസ് ആണ്. സോ നാളെ നമ്മുടെ ഇംഗ്ലീഷ് എക്സാം ആണല്ലോടാ. ഏതൊക്കെ ലെസൺസ് ആണ് മിസ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്? ആകെ പേടിയും ടെൻഷനും ഒക്കെ ആയിരിക്കില്ലടാ. ആ പേടിയും ടെൻഷനും ഒക്കെ അങ്ങോട്ട് മാറ്റി വെച്ചോ. നിങ്ങളുടെ എല്ലാ ക്വസ്റ്റിനുള്ള ആൻസർ ആയിട്ടാണ് മിസ് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ എന്തെടാ, വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുകയും ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യടാ. ഓക്കെ, സോ നമുക്ക് നോക്കാം അല്ലേ എന്തൊക്കെയാണ് നാളെ ചോദിക്കാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെസൺസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെടാ, യെസ്. അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതെ മക്കളെ ഇത്രയും ലെസൺസ് മിനിമം പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഈ ലെസൺസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഇതിൻ്റെ അകത്തുനിന്നൊക്കെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. രഞ്ജീസ് മാജിക് ബാറ്റർ, പ്രേയിങ് ഹാൻഡ്സ്, യെല്ലോ അംബ്രല്ല, ബ്രിഡ്ജ് ഓവർ ദ ട്രബിൾ വാട്ടർ അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും നിങ്ങൾ നോക്കി വെച്ചോ. പിന്നെ ബീക്കൺ ഓഫ് ഹോപ്പ്. സോ അത്രയും ലെസൺസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സിന്റെ എക്സാം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അറ്റാച്ച്ഡ് സ്കൂൾ എന്ന് പറയുന്ന കുറച്ച് പേരുടെ എക്സാം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. സോ അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നിന്ന് നമ്മുടെ റിക്കിന്റെ റോബോട്ടിന്റെ ആ ഒരു ലെസണിലായിരുന്നു, റോബോട്ട് വിത്ത് വൈറസ് അല്ലെ. അപ്പൊ അതിന്റെ അകത്തുനിന്നും ഒരു വളരെ സിമ്പിൾ ആണ്, പക്ഷെ എന്നാൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ചിലപ്പം എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ ഏതെങ്കിലും ഒരു ലെസണിന്റെ അകത്തുനിന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ഇത്രയും ലെസൺസ് എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ എന്തായാലും പഠിക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഇനിടാ, ഇതിൻ്റെ അകത്ത് എന്തൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് മിസ്സേജ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്? എടാ, ഉറപ്പായിട്ടും ഒരു റീഡിംഗ് കോംപ്രഹെൻഷൻ. എന്താണ് ഈ റീഡിംഗ് കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞാൽ? വായിച്ച് മനസ്സിലാക്കുക. അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ഒന്നെങ്കിലും ഒരു പാസേജ്, അതായത് ചെറിയൊരു പാരഗ്രാഫ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഒരു പോയം ആയിരിക്കും. അത് ചിലപ്പോൾ മിക്കവാറും പുറത്തു നിന്നുള്ളതായിരിക്കും കേട്ടോ, നിങ്ങൾ പഠിക്കുന്നതായിരിക്കില്ല, പുറത്തു നിന്നുള്ളതായിരിക്കും ഉണ്ടാവുക. സോ അത് നോക്കി അത് വായിച്ചിട്ട് എന്ത് ചെയ്യടാ, അതിനെ ബേസ് ചെയ്ത് ഒരു 4 to 5 ക്വസ്റ്റ്യൻസ്, എത്ര എണ്ണടാ, ഒരു 4-5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ആ 4-5 ക്വസ്റ്റ്യൻസിന് വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ എഴുതി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടും. അത് ഈസിയാണ്, എല്ലാവർക്കും മാർക്ക് കിട്ടുന്ന ഒരു ആക്ടിവിറ്റി ആണ് കേട്ടോ. സോ എന്ത് ചെയ്യാം, അതെന്തായാലും എഴുതാം, അത് നിർബന്ധമായിട്ട് എഴുതേണ്ടതുമാണ് കേട്ടോ. യെസ്, ഏതാണ്ടാ റീഡിംഗ് കോംപ്രഹെൻഷൻ, ഒരു പാസേജ് അല്ല ഒരു പോയിന്റ് തരും. നെക്സ്റ്റ് ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാണ് ഒരു നോട്ടീസ്. ഓക്കെ, അതായത് നമ്മുടെ മുന്നത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ അറ്റാച്ച്ഡ് സ്കൂൾസിന്റെ എക്സാം കഴിഞ്ഞു, അവർക്കൊരു നോട്ടീസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ബാസ്കറ്റ് ബോൾ ടൂർണമെന്റിന്റെ. മിസ് ഓൾറെഡി ഒരു ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മക്കളെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബാസ്കറ്റ് ബോൾ ടൂർണമെന്റിന്റെ നോട്ടീസ് ഉണ്ടാക്കാനായിരുന്നു കേട്ടോ. സോ അങ്ങനെ ഒരു നോട്ടീസ് നിങ്ങൾ കരുതിയിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെടാ, ക്യാരക്ടർ സ്കെച്ച്. മക്കളെ, ക്യാരക്ടർ സ്കെച്ച് നമ്മളുടെ അടുത്ത് മുന്നത്തെ എക്സാമിന് ടോട്ടോ ചാൻഡ് ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചത് ഓർമ്മയില്ലേ? അതേപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ആരുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട്? പ്രേയിങ് ഹാൻഡ്സിന്റെ അകത്തുനിന്നോ അല്ലെങ്കിൽ രഞ്ജീസ് മാജിക് ബാറ്റിന്റെ അകത്തുനിന്നൊക്കെ ഒരു ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാൻ നല്ല സാധ്യത കൂടുതലാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്തിനെ ബേസ് ചെയ്തിരിക്കാം? രഞ്ജീസ് മാജിക് ബാറ്റിനെയോ അല്ലെങ്കിൽ ബീക്കൺ ഓഫ് ഹോപ്പ് അല്ലെ, ബീക്കൺ ഓഫ് ഹോപ്പിനെ ഒക്കെ ബേസ് ചെയ്തിട്ട് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. സോ നമ്മൾ അതും പ്രിപ്പയർ ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ലെറ്റർ പിന്നെ ആരുടെ ലെറ്ററാ ചോദിക്കാമെന്ന് നമുക്ക് ഗസ് ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല. സോ എന്തായാലും ഒരു ലെറ്റർ ചോദിക്കാൻ, ഇതൊക്കെ പോസിബിലിറ്റീസ് ആണ് കേട്ടോ, എന്നാൽ ഏത് ക്വസ്റ്റ്യൻ അല്ല, പക്ഷെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ചോദിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ളത്. യെസ്, അപ്പൊ ഒരു ലെറ്റർ ചോദിക്കാൻ നല്ല സാധ്യത കൂടുതലാണ്. അത് ചിലപ്പം ഉഷാ ചോമർ അവരുടെ ഒരു ഫ്രണ്ടിന് എഴുതുന്ന ഒരു ലെറ്റർ ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ലെറ്റർ ഉണ്ടാവാം. പിന്നെ അതുപോലെ തന്നെ ഡയറി എൻട്രി. ഓക്കെ, തോട്ട്സ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ ചെറിയ മക്കൾ എഴുതുന്നതാണല്ലേ, നമ്മൾ കുറച്ചുകൂടെ വലുതായ സ്ഥിതിക്ക് നമുക്ക് ഡയറി എൻട്രി തന്നെയാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. സോ ഒരു ഡയറി എൻട്രിക്കും നല്ല സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ഡയറി എൻട്രി എങ്ങനെ എഴുതുക എന്നുള്ളതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഒരു കോൺവെർസേഷൻ, ആര് തമ്മിലുള്ള കോൺവെർസേഷൻ ആവാം, ആരൊക്കെ തമ്മിലുള്ള കോൺവെർസേഷൻ വരാൻ ചാൻസ് ഉണ്ട്? രഞ്ജീസ് മാജിക് ബാറ്റിന്റെ അകത്ത് അല്ലെ രഞ്ജിയും മിസ്റ്റർ കുമാറും തമ്മിലുള്ള ോ അല്ലെങ്കിൽ ആ പ്രേയിങ് ഹാൻഡ്സിന്റെ അകത്ത് നമ്മളുടെ ആൽബർട്ടും ആൽബ്രഷും തമ്മിലുള്ള കോൺവെർസേഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അല്ലെ യെല്ലോ അംബ്രല്ലയിൽ നിന്നും ആ ഒരു ചെറിയ കിഡല്ല, ആ ഒരു കുട്ടിയും ആ ഡയറക്ടറിന്റെ സിസ്റ്റർ അല്ലെ, അവർ തമ്മിലൊരു കോൺവെർസേഷൻ, അങ്ങനെ ഒരു കോൺവെർസേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ സ്പീച്ച് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, മുന്നത്തെ എക്സാമിൽ ഒരു സ്പീച്ച് ചോദിച്ചിട്ടുണ്ട്. സോ ആ ഒരു പോസിബിലിറ്റി നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. നെക്സ്റ്റ് പ്രിപ്പയർ ഇൻസ്ട്രക്ഷൻസ്. അതായത് പ്രിപ്പയർ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിർദ്ദേശങ്ങൾ കൊടുക്കുക. എന്താ പറയാ, ആർക്കെങ്കിലും അല്ലെ ഇപ്പൊ ഒരു കാര്യങ്ങൾ ഇപ്പൊ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരാറില്ലേ, you have to put the waste in the basket അല്ലെ, you have to put the waste in the basket, അല്ലെങ്കിൽ you have to clean your classrooms, ഇങ്ങനെയൊക്കെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരാറില്ലേ. സോ അങ്ങനത്തെ ഇൻസ്ട്രക്ഷൻസ് എഴുതാനായിട്ട് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്.
പിന്നെടാ എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഈസ് വാസ് അല്ലെങ്കിൽ ഷീ ഹി ആക്കുക, ഫുൾ സ്റ്റോപ്പ് ഇടുക, ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊടുക്കുക, ഇങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു എഡിറ്റിങ്ങിനും സാധ്യത ഉണ്ട് കേട്ടോ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്കൊരു ഏകദേശം വരുമായിരിക്കും, അല്ലെങ്കിൽ ഇതൊക്കെയാണ് വരാൻ ചാൻസ് ഉള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവില്ല മിസ് ഇതിന്റെയൊക്കെ എങ്ങനെയാ ക്വസ്റ്റ്യൻസ് വരിക, അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഒരു എന്തെങ്കിലും ഒരു അല്ലെ ആൻസർ എവിടെയെങ്കിലും കിട്ടുമോ എന്നുള്ളത്. മക്കളെ പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഇന്നത്തെ ലൈവ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെയൊക്കെ ആൻസേഴ്സ് കിട്ടും. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്? ഇന്ന് വൈകുന്നേരം 7:30 ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ആ ലൈവിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സംശയമൊക്കെ മാറി എന്ത് ചെയ്യാം, നാളെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ വാവ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് അറിയാലോ എന്നുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷനിൽ നിങ്ങൾ ഇരിക്കാൻ വേണ്ടി കഴിയും കേട്ടോ. അപ്പൊ എന്ത് ചെയ്യടാ, നമ്മുടെ 7:30 ലൈവിൽ കയറുക. അപ്പൊ നിങ്ങൾ ലൈവ് കയറുന്നാണെങ്കിൽ പെട്ടെന്ന് തന്നെ യെസ് ഓക്കെ എന്ന് കമന്റ് ചെയ്തോളൂ മക്കളെ. അപ്പൊ എന്ത് ചെയ്യാം, 7:30 ലൈവിൽ കാണാം.